ഇന്ത്യ ശ്രീലങ്ക മൂന്നാമത്തെ T20 വളരെ ആവേശകരമായിരുന്നു. അവസാനം ഇന്ത്യ കളി ജയിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ശ്രീലങ്ക അവസാനം ഇന്ത്യയുടെ അതേ സ്കോർ എടുത്തു. പിന്നീട് കളി സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ശ്രീലങ്ക മൂന്നാം T20 കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഇന്ത്യ ആയിരുന്നു. ജയ്സ്വാളും ഗില്ലുമാണിന്ന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ഋഷഭ് പന്ത് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു ടീമിലുണ്ടായിരുന്നു. ഇന്ത്യക്ക് ഇന്ന് നല്ലൊരു തുടക്കമായിരുന്നില്ല ലഭിച്ചത്. കളിയുടെ രണ്ടാം ഓവറിൽ തന്നെ ജയ്സ്വാൾ ഔട്ടായി മടങ്ങി. 10 റൺസ് മാത്രമാണ് ജയ്സ്വാൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ശുഭ്മാൻ ഗില്ല് നല്ല രീതിയിൽ കളിച്ചു. 39 റൺസ് താരം ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സഞ്ജു സാംസൺ ഡക്കിലാണ് പുറത്തായത്. അതുപോലെ റിങ്കു സിംഗ് 1 റൺസ് എടുത്ത് പുറത്തായി. പിന്നീട് പ്രതീക്ഷ സൂര്യയിലായിരുന്നു. എന്നാൽ സൂര്യ വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 8 റൺസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം വന്ന ശിവദുബയും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. 48 റൺസിൽ ഇന്ത്യയുടെ 5 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ശരിക്കും നാണം കെട്ടു. പിന്നീട് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചത് ഗില്ല്, റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ ഈ 3 താരങ്ങൾ കൂടിയാണ്. ഇവർ മാത്രമാണ് ഇന്നൊന്ന് കളിച്ചത്. ബാക്കി എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. മഴ പെയ്തതുകൊണ്ട് കളി ലേറ്റ് ആയിട്ടാണ് ഇന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിച്ച് സ്ലോ ആയിരുന്നു. ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് ഇന്ത്യ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശ്രീലങ്കയെ സംബന്ധിച്ചത് ചെറിയൊരു സ്കോറായിരുന്നു. പിന്നീട് ശ്രീലങ്ക സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അവർക്ക് സ്വപ്നം തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. ഓപ്പണിംഗിൽ നിസംഗിയും മെൻഡിസും കൂടി ശ്രീലങ്കൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. എന്നാൽ സ്റ്റാർട്ടിങ്ങിലെ മികച്ച കളി അവസാനം വരെ കൊണ്ടുപോകാൻ ശ്രീലങ്കയ്ക്ക് സാധിച്ചില്ല. 100 റൺസിന് ശേഷം ശ്രീലങ്കയുടെ വിക്കറ്റുകൾ ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നീട് കളി അവസാന ഓവറിലേക്ക് എത്തി. അവസാനം ശ്രീലങ്ക ഇന്ത്യയുടെ അതേ സ്കോർ എടുത്തു. പിന്നീട് അവസാനം കളി സൂപ്പർ ഓവർ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.